നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഫേസ്ബുക്കിലൂടെ ഒരു വലിയ വാക്പോര് കാണുകയാണ്. വാക്പോരുകൾ നടത്തുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ കോൺഗ്രസ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലും ഷുഹൈബ് വധക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആകാശ് തില്ലങ്കേരിയും തമ്മിലാണ്. കടുത്ത വാക്പോരാണ് രണ്ടുപേരും തമ്മിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നടത്തുന്നത്. ഷുഹൈബ് വധക്കേസ് വിചാരണയ്ക്കിടെ തിങ്കളാഴ്ച ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യം തലശ്ശേരി കോടതി റദ്ദാക്കിയിരുന്നു. മാത്രമല്ല, ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ആ ദിവസം തന്നെ ആകാശ് തില്ലങ്കേരിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചു. ആകാശ് മുമ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത, അതായത് ഒരു നായയ്ക്കൊപ്പം ജീപ്പിന് മുകളിലിരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ആ ചിത്രത്തിൽ നിന്നും ആകാശ് തില്ലങ്കേരിയുടെ ചിത്രം വെട്ടി മാറ്റിയിട്ട്, അതായത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ നായയുടെ മാത്രം ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചത് ഇപ്രകാരമാണ്: ഈ നായയ്ക്കൊപ്പം കുരച്ചുകൊണ്ടിരുന്നവൻ്റെയും അവൻ്റെ കൂടെ ഷുഹൈബിനെ വേട്ടയാടാൻ പോയ തില്ലങ്കേരിയിലെ സകല എണ്ണത്തിൻ്റെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. വീടാതെ വിടില്ല ഒരു കണക്കുമെന്നായിരുന്നു രാഹുലിൻ്റെ കുറിപ്പ്. എന്നാൽ തൊട്ടു പിന്നാലെ ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർക്ക് ഹൈക്കോടതി ജാമ്യം നൽകുകയും ജയിലിന് പുറത്തിറങ്ങുകയും ചെയ്തു ഇവർ. ഇതിനു പിന്നാലെ ആകാശ് തില്ലങ്കേരി സമൂഹ മാധ്യമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു. ജീപ്പിന് മുകളിൽ ഒരു കോഴി ഇരിക്കുന്ന ചിത്രമാണ് ആകാശ് തില്ലങ്കേരി പങ്കുവച്ചത്. ക്വാണ്ടം മെക്കാനിക്സ് അറിയാത്തത് കൊണ്ട് ജയിലിൽ പോകേണ്ടി വന്ന കോഴി കൂവി എന്ന് കേട്ടു. തില്ലങ്കേരി സഹാക്കൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കുമെന്നായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണ് ആകാശ് തില്ലങ്കേരി രാഹുൽ മാങ്കൂട്ടത്തിലും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യം റദ്ദാക്കിയത് ആഘോഷമാക്കുന്നു. തൊട്ടു പിന്നാലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആകാശ് തില്ലങ്കേരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു വിമർശന പോസ്റ്റ് പങ്കുവയ്ക്കുന്നു. ഇങ്ങനെ ഒരു പരസ്പരമുള്ള വാക്പോര്, ഒരു പരസ്പരമുള്ള വാക്കുകൾ കൊണ്ടുള്ള ഒരു അടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇരു കൂട്ടരും ഏറ്റുമുട്ടിയത്. അതേസമയം ആകാശ് തില്ലങ്കേരിക്കൊപ്പം ഇരിക്കുന്ന നായയുടെ പേര്, അതായത് ആ നായയുടെ മാത്രം ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ നായയ്ക്കൊപ്പം കുരച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അവർക്ക് ജാമ്യം കിട്ടാതെ പൂട്ടിയിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. എന്തായാലും ആ നായയെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് മറ്റൊരു വ്യക്തി. സുജീഷ് കാക്കയങ്ങാട് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ ആ നായ ബെല്ല എന്ന നായയാണ് അതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. കുറച്ചു കാലം മുന്നേ തൻ്റെ വീട്ടിൽ വന്ന ഒരു മൂർഖൻ പാമ്പിനെ നേരിടുന്നതിനിടയിൽ പാമ്പിൻ്റെ കടിയേറ്റ് ബെല്ല മരണപ്പെട്ടു. ആ പാമ്പിനെ 2 കഷ്ണമാക്കി തീർത്തതിന് ശേഷമാണ് ബെല്ല മരണത്തിന് കീഴടങ്ങിയതെന്നും കുറിപ്പിൽ പറയുന്നു. എന്തായാലും ബെല്ലയെക്കുറിച്ചും ആ നായയെക്കുറിച്ചും ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. എന്തായാലും ഒരു പരസ്പര വാക്പോര് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം 2018 ഫെബ്രുവരി 18 രാത്രി 10:30 മട്ടന്നൂർ കീഴൂർ തെരുവിലെ ഉറി എന്ന തട്ടുകടയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് തലശ്ശേരി കോടതിയിൽ വിചാരണ തുടങ്ങിയത്. സാക്ഷികളെ പ്രതിഭാഗം ക്രോസ് വിസ്താരം നടത്താതെ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയതോടെയാണ് കോടതി ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്തത്. പിന്നീട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം നേടുകയായിരുന്നു. 29 കേസിലെ വിചാരണ തുടരും. എന്തായാലും പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വിചാരണയ്ക്കിടെ പ്രതികളുടെ ജാമ്യം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 തവണ റദ്ദാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതികളും അഭിഭാഷകരും മനഃപൂർവ്വം കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായി കോടതി പറയുന്നുണ്ട്. മതിയായ അവസരം നൽകിയിട്ടും അഭിഭാഷകനും പ്രതിയും ബോധപൂർവ്വം സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്തില്ല എന്നാണ് കോടതിയുടെ വിമർശനം. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി കേസിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞതായും വിവരമുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഷുഹൈബ് കേസിൽ വിചാരണ തുടങ്ങിയത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 5 വരെയുള്ള പ്രതികളെ കോടതിയിൽ സാക്ഷി തിരിച്ചറിഞ്ഞിരുന്നു. കൊലപാതക സമയത്ത് ഷുഹൈബിനൊപ്പം ഉണ്ടായിരുന്ന ആക്രമണത്തിൽ പരിക്കേറ്റ റിയാസിനെയാണ് കോടതി വിസ്തരിച്ചത്. ആയുധങ്ങളുമായി എത്തിയ സംഘം ഷുഹൈബിനെ തുരുതുര വെട്ടി വീഴ്ത്തുകയായിരുന്നു എന്നാണ് റിയാസിന്റെ മൊഴി. ജൂൺ 14 വരെ വിസ്താരം തുടരും. 2018 ഫെബ്രുവരി 18 രാത്രി 10:30 കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടി. ആദ്യം അവരുടെ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായ ആ ഒരു സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നത്. പിന്നീട് പ്രതികൾക്ക് ജാമ്യം കിട്ടുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രസക്തമാവുകയും ചെയ്തു. എന്തായാലും നമുക്കറിയാം, സാധാരണ മിക്ക വിഷയങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി രംഗത്ത് വരാറുണ്ട്. അത്തരത്തിലൊരു പ്രതികരണമായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ വിഷയത്തിലും നടത്തിയത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് വരികയും പിന്നാലെ പ്രവർത്തകർ EDയുടെ വാഹനം തല്ലിപ്പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് രാഹുൽ പറയുന്നതെന്ന് നോക്കാം.
ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമി സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നിന്ന് ഊരിപ്പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമി സംഘത്തിലെ അംഗങ്ങളും അഴിയെണ്ണുമെന്നുള്ള കാര്യം കട്ടായമാണ്. ഇന്ന് രാവിലെ വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPMന്റെ അക്രമി സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കി വിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? ഇനിയും കേരളത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമി സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ, എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞു തരാമോ? നിങ്ങൾ സമരവുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള CPMന്റെ അക്രമി സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും, നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെക്കുറിച്ച് ഓർത്ത്. പക്ഷേ വിജയൻ അപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. വിഷമിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കുമെന്നുള്ള ബോധം ഇങ്ങനെ കട്ടയേറിഞ്ഞ് ആളെ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ ED സംഘം വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഒരു ടാക്സി കാർ. ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടയെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം ED ഉദ്യോഗസ്ഥനൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി, എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തീർന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയാ. രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതും ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെ ആരെയും ചോദ്യം ചെയ്തത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു.